വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്കുവേ. കേരളത്തിലെ അതിപുരാതനമായ ക്രൈസ്തവ ദേവാലയങ്ങളിലെ പള്ളിയുടെ മധ്യഭാഗത്തായിട്ട് പ്രസംഗപീഠങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാലത്ത് ഉച്ചഭാഷിണികളൊന്നും നിലവിലില്ലായിരുന്ന ആ സമയത്ത് ഇതേപോലെയുള്ള പ്രസംഗപീഠങ്ങളിൽ നിന്നാണ് വൈദികർ വചനപ്രഘോഷണം നടത്തിയിരുന്നത്. കാഞ്ഞൂർ പള്ളിക്കും അഭിമാനിക്കാം. കാരണം ഇവിടെയും ആ പുരാതനത്വം വിളിച്ചോതിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രസംഗപീഠം ഇവിടെയുണ്ട്. ഈ പ്രസംഗപീഠം വളരെയധികം കൊത്തുപണികളൊക്കെ നിറഞ്ഞതും അതേപോലെ പരിശുദ്ധാരൂപിയുടെ ചിത്രമൊക്കെ ആലേഖനം ചെയ്ത നല്ല പ്രതീകാത്മകമായ ഒരു പ്രസംഗപീഠമാണ്. ഇവിടെ വരുന്ന അനേകരെ, പ്രത്യേകിച്ച് മറ്റു മതങ്ങളിലുള്ളവരെയും ഇവിടെ വന്നു പോകുമ്പോൾ ഇത് ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്. കാഞ്ഞൂർ പള്ളിയിലേക്ക് വരുമ്പോൾ കാഞ്ഞൂർ പള്ളിയുടെ വടക്കേ ഭിത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള ശിലാലിഖിതങ്ങൾ ഏവരെയും തന്നെ ആകർഷിക്കുന്ന ഒന്നാണ്. പലരും ആ ശിലാലിഖിതങ്ങൾ നോക്കി അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഈ കാഞ്ഞൂർ പള്ളി AD 1001 സ്ഥാപിതമായതാണ്. ഇതിൻ്റെ തുടർന്നുള്ള ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇത് പുതുക്കി പണിതിട്ടുണ്ട്. അങ്ങനെ പുതുക്കി പണിതപ്പോൾ ഇതേപോലുള്ള പഴയ ആ ശിലാലിഖിതങ്ങൾ അത് ആ വടക്കേ ഭിത്തിയിൽ സ്ഥാപിക്കുകയും ഈ ശിലാലിഖിതങ്ങൾ പഴയ മലയാള ഭാഷാ ലിഖിതങ്ങളും അതേപോലെ വട്ടെഴുത്ത് ലിപികളുമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇത് 16-17 നൂറ്റാണ്ടുകളിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത്. അതുപോലെ തന്നെ ഈ ലിപികൾ പ്രത്യേകിച്ച് വായിച്ച് മനസ്സിലാക്കാൻ ഇന്ന് അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. കാരണം ഇത് പണിതപ്പോൾ ഇത് തെറ്റായിട്ടും അതേപോലെ പല കഷ്ണങ്ങളായിട്ടും വെച്ചിരിക്കുന്നത് കൊണ്ട് എപ്പിഗ്രാഫി വിദഗ്ധർക്ക് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ശിലാലിഖിതങ്ങൾ ഭൂരിഭാഗവും വ്യക്തമാക്കുന്നത് കബറിടവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തു തന്നെയാണെങ്കിലും ഇന്ന് ചരിത്രാന്വേഷകർ ഇതേപോലെ വരുമ്പോൾ ഈ ശിലാലിഖിതങ്ങൾ ചരിത്രത്തിലേക്കും പ്രത്യേകിച്ച് കാഞ്ഞൂർ പള്ളിയുടെ ചരിത്രത്തിലേക്കും ഒത്തിരി അറിവ് തരുന്ന ഒന്നാണ്. കാഞ്ഞൂർ പള്ളിയിലുള്ള ചുവർ ചിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിയാം. ഇവിടെ വരുന്നവർക്ക് നല്ലൊരു അനുഭൂതി നൽകുന്ന ഒന്നാണ് ചുവർ ചിത്രങ്ങൾ. കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പഴയ ദേവാലയങ്ങളിലൊക്കെ ഇതേപോലെയുള്ള ചുവർ ചിത്രങ്ങൾ ധാരാളം നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയുള്ള ചുവർ ചിത്രങ്ങൾ ബൈബിളിലെ ഇതിവൃത്തങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. ഉദാഹരണത്തിന് പഴയ നിയമത്തിലെ അബ്രാഹത്തിൻ്റെ ബലി അതുപോലെയുള്ള കാര്യങ്ങളും പുതിയ നിയമത്തിലെ തിരുപ്പിറവി, മംഗളവാർത്ത തുടങ്ങിയ കാര്യങ്ങളും അത് പ്രത്യേകതരം പെയിൻറ്റിംഗ് ഒക്കെ ഉപയോഗിച്ച് അത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാഞ്ഞൂർ പള്ളിയുടെ പ്രവേശന ഭാഗത്തും മനോഹരമായ ചിത്രങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും മൈസൂർ പടയെ തുരുത്തിയ, വിരട്ടി ഓടിച്ച തിരുവിതാംകൂർ സൈന്യത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതേപോലുള്ള ഈ ചിത്രകലകൾ ഇന്ന് അനേകം പേരെ, പ്രത്യേകിച്ച് ചിത്രകലാ ഗവേഷകരെ അതേപോലെ ഇവിടെ വരുന്ന പ്രാർത്ഥിക്കാൻ വരുന്നവരെ പഴമയിലേക്ക് കൊണ്ടുപോവുകയും ചിന്തിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ചെയ്യുന്ന വസ്തുതകളാണ്. കാഞ്ഞൂർ പള്ളിയുടെ മുൻവശത്ത് സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വലിയ കുരിശ് അത് ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതും ഒത്തിരി പേരെ അവിടേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിക്കുന്നതുമാണ്. ഈ കുരിശിൻ്റെ പ്രത്യേകത അത് ഒറ്റക്കല്ലിൽ തീർത്ത കുരിശാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതേപോലുള്ള കുരിശുകൾ നമുക്ക് കാണാൻ കഴിയുക വളരെ പഴക്കം ചെന്ന പള്ളികളിലാണ്. ഉദാഹരണത്തിന് അങ്കമാലി, കടത്തുരുത്തി തുടങ്ങിയ അതിപുരാതനമായ പള്ളികളിൽ ഇതേപോലുള്ള കരിങ്കൽ കുരിശുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാഞ്ഞൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് പള്ളിയുടെ ഏറ്റവും മുൻവശത്ത് തന്നെ ആയതുകൊണ്ടും അതുവഴി കടന്നു പോകുന്ന ഒത്തിരി പേർക്ക് ഈ കുരിശ് ഒന്ന് പ്രാർത്ഥിക്കാനും അതേപോലെ അടുത്തേക്ക് വന്ന് വിശുദ്ധനെയൊക്കെ, ഈശോയെ അടുത്തേക്ക് വന്ന് വിശുദ്ധരെ വണങ്ങാനും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കാനും സർവോപരി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാനും അനേകർക്ക് പ്രചോദനമേകുന്നുണ്ട്. കാഞ്ഞൂർ പള്ളിയിലെ തിരുനാളിൽ 10,000-കണക്കിന് ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ ആനവിളക്ക്. ഈ ആനവിളക്ക് പ്രത്യേകിച്ച് തിരുനാൾ ദിവസങ്ങളിൽ അത് പൊതുജനങ്ങൾക്ക് ദർശനത്തിനായിട്ട് തൂക്കിയിടാറുണ്ട്. ആനവിളക്കിൽ എണ്ണയൊഴിച്ച് തിരികൊളുത്തി അത് തൂക്കിയിടുമ്പോൾ ഈ വിളക്കിൽ നിന്ന് എണ്ണ പകരുവാനും ആ എണ്ണ ഉപയോഗിച്ചാൽ
തങ്ങളുടെ പലതരത്തിലുള്ള അസുഖങ്ങൾ മാറിക്കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഒത്തിരി പേര് ആ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടും അതേപോലെ മറ്റുള്ള ദിവസങ്ങളിലും ഈ കാഞ്ഞൂർ പള്ളിയിൽ വന്നണയാറുണ്ട്. എന്ത് തന്നെയായാലും ഈ എണ്ണയ്ക്ക് ഒത്തിരി അത്ഭുത ശക്തി ഉള്ളതായിട്ടാണ് അനുഭവ സാക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനി ഈ ആനവിളക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിനും ഒരു ചരിത്രമുണ്ട്. അതിപ്രകാരമാണ്. തിരുനാളിനോടനുബന്ധിച്ച് കതിനവെടിയുടെയും മറ്റും ശബ്ദത്താൽ ഈ പ്രദേശത്ത് അന്തരീക്ഷമാകെ ശബ്ദമയമായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ കോവിലകത്ത് ശക്തൻ തമ്പുരാൻ വസിച്ചിരുന്നു. എന്നാൽ ശക്തൻ തമ്പുരാന് ഈ ശബ്ദങ്ങൾ കേട്ടപ്പോൾ ആകെ അസ്വസ്ഥനാവുകയും തൻ്റെ ഭൃത്യന്മാരോട് തൻ്റെ പടയാളികളോട് പോയി അവ വെള്ളത്തിലേക്ക് വാരിയിടാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, വെള്ളത്തിലേക്ക് വാരിയിടപ്പെട്ട ഈ കതിനകൾ വെള്ളത്തിൽ കിടന്ന് പൊട്ടുകയും അത് തമ്പുരാനെ അത്യത്ഭുതത്തിലേക്ക് നയിക്കുകയും തമ്പുരാൻ ഈ പുണ്യവാന്റെ ശക്തിയെക്കുറിച്ച് ചോദിച്ചറിയുകയും ബോധ്യപ്പെടുകയും അതിനൊരു പ്രായശ്ചിത്തം എന്ന വണ്ണമാണ് ഈ ആനവിളക്ക് കാഞ്ഞൂർ പള്ളിക്ക് സംഭാവന ചെയ്തത്. ആ ഒരു ചരിത്രം എന്തായാലും ഇവിടെ വരുന്നവർക്കും ചരിത്രാന്വേഷകർക്കും ഒത്തിരി വെളിച്ചം വിതറുന്ന ഒന്നാണ്. ദേവാലയങ്ങളിലൊക്കെ മാമോദിസ തൊട്ടി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാഞ്ഞൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മാമോദിസ കല്ല് അത് ഒറ്റക്കല്ലിൽ തീർത്തതാണ്. അതുമാത്രമല്ല, അതിൽ വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളും ആലേഖനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മാമോദിസ കല്ലും ഒത്തിരി പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്.